141 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ആ 3-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. സ്തോത്രം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണം. സ്തോത്രം. എന്റെ അധരദ്വാരം എന്ത് ചെയ്യണം? കാക്കണം. സ്തോത്രം. നമുക്കറിയാം, തിരുവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. സദൃശ്യങ്ങളുടെ പുസ്തകം, സ്തോത്രം, അതിന്റെ 18-21 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. സ്തോത്രം. എവിടെയാ? മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ, സ്തോത്രം, ആ അധ്യായം മുഴുവനായിട്ടും നാവിനെ പറ്റി എന്ത് ചെയ്തിരിക്കുക? രേഖപ്പെടുത്തി വെച്ചിരിക്കുക. സ്തോത്രം. ഒരു വലിയ കപ്പലിനെ, സ്തോത്രം, ചെറിയ ചുക്കാൻ കൊണ്ട് എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. വലിയ കാടിനെ, സ്തോത്രം, എന്ത് ചെയ്യുന്നു? ചെറിയൊരു തീ എന്ത് ചെയ്തു? കത്തിക്കുന്നു. സ്തോത്രം. എന്നിട്ട് പറയാണ്, നാവും ഒരു തീ തന്നെ. സ്തോത്രം. അത്, സ്തോത്രം, നമ്മുടെ, സ്തോത്രം, അവയവങ്ങളുടെ കൂട്ടത്തിൽ, സ്തോത്രം, ജീവചക്രത്തിന് എന്ത് ചെയ്യും? തീ പിടിപ്പിക്കുന്ന എന്ത് ചെയ്തിരിക്കുക? രേഖപ്പെടുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവിതകാലത്തിനിടയിൽ, സ്തോത്രം, അവന്റെ അധരം വിട്ട് പുറത്തു വന്ന ഏതോ ഒരു വാക്ക് അല്ലെങ്കിൽ ഏതോ ഒരു സംസാരം അവന്റെ ജീവിതത്തെ ആകമാനം നശിപ്പിക്കാൻ ആ വാക്ക് മതി. ഹലോ, സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ദാവീദിന് മനസ്സിലായി. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇതേ നാവുകൊണ്ട് തന്നെ, സ്തോത്രം, എനിക്ക് അവനെ തള്ളിപ്പറയാനും കഴിയും, അവനോട് പിറുപിറുക്കാനും കഴിയും. അതുകൊണ്ട് ആ ഒരു നിലയിലേക്ക് ഞാൻ പോകാതെ നീ എന്നെ ഒന്ന് സഹായിക്കണം. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണം. സ്തോത്രം. എന്റെ അധരദ്വാരം എന്ത് ചെയ്യണം? കാക്കണം. എന്ന് പറഞ്ഞാൽ, അരുതാത്തതൊന്നും എന്റെ അധരം വിട്ട് പുറത്തു വരുവാൻ എന്റെ ദൈവമേ നീ അനുവദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകളെ പറ്റി ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു സമയം തന്നെ അത് ഔഷധമാണ്. സ്തോത്രം. അത് വലിയ സൗഖ്യം കൊണ്ടുതരുന്നതാണ്, നമ്മുടെ ആശ്വാസം കൊണ്ടുതരുന്നതാണ് നമ്മുടെ വാക്കുകൾ. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം, അത് കൊല്ലുന്ന വാളുമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഇന്ന് പകലിൽ, സ്തോത്രം, നമ്മുടെ നാവിനെ പറ്റി, വാക്കുകളെ പറ്റി വളരെ, സ്തോത്രം, സവിസ്തരമായി ഒന്ന് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വാക്കുകളെ കൈകാര്യം ചെയ്യുമ്പോൾ, സ്തോത്രം, വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. തിരുവചനത്തിൽ, സ്തോത്രം, അത്, സ്തോത്രം, വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എങ്ങനെ നമ്മൾ നമ്മുടെ വാക്കുകളെ കൈകാര്യം ചെയ്യണം. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ 10-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, സ്തോത്രം, ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതെ ഇരിക്കുകയില്ല. സ്തോത്രം. ഒറ്റ വാക്കിൽ അത് നമുക്ക് ബോധ്യപ്പെട്ടു. എന്താ? വാക്ക് പെരുകിയാൽ ലംഘനം ഉണ്ട്. സ്തോത്രം. എങ്ങനെയാ വാക്കുകൾ പെരുകുന്നത്? സ്തോത്രം. നമുക്കറിയാം, ദീർഘമണിക്കൂറുകൾ, സ്തോത്രം, ദൈവത്തെ ഒഴുകി നമ്മൾ വേറൊരാളോട് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, സ്തോത്രം, സദാസമയം നമ്മൾ ആത്മീയ കാര്യം ആയിരിക്കത്തില്ല പറയുന്നു. സ്തോത്രം. അതിനകത്ത്, സ്തോത്രം, പല വിമർശനങ്ങൾ വരും, പലരെ പറ്റിയുള്ള കുറ്റങ്ങൾ വരും. സ്തോത്രം. നമ്മൾ ഇനിയും വാപൂട്ടി മൗനമായിട്ടിരുന്നാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ആളിതിങ്ങനെ ചോദിക്കും. നമ്മൾ പറയാതിരിക്കാനും പറ്റത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു പോകും. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം പിടികിട്ടുന്നില്ലേ? സ്തോത്രം. നമ്മൾ വിചാരിക്കും മൗനമായിട്ടിരിക്കാം, ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഇതിനോടെ പറ്റി ഒന്നും പറയണ്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, സ്തോത്രം, എന്താ പാസ്റ്ററുടെ അഭിപ്രായം, എന്താ താങ്കളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. അറിയാതെ ആ വിഷയത്തിനകത്ത് എന്ത് ചെയ്യും? പ്രതികരിച്ചു പോകും. സ്തോത്രം. പ്രതികരിച്ചു പോകുമ്പോൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റിയായിരിക്കാം, ഏതെങ്കിലും ഒരു കുടുംബത്തെ പറ്റിയായിരിക്കാം. സ്തോത്രം. ഇതിങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മൾ അറിയാതെ വാക്ക് പെരുകുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അവിടെ ലംഘനം വന്ന് വീഴുകയെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വാക്കുകളാൽ പലരും തകർക്കപ്പെട്ടു പോയിട്ടുണ്ട്. വാക്കുകളാൽ പലർക്കും കെട്ടുകൾ വന്ന് വീണിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന അധരം കൊണ്ട്, സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം ഇപ്രകാരം പറയുന്നത്, ഒരേ ഉറവിൽ നിന്ന് അനുഗ്രഹവും വരുന്നു, ഒരേ ഉറവിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശാപവും വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ നിന്റെ നാവ് കൊണ്ട് നീ ആരാധിക്കുമ്പോൾ തന്നെ, സ്തോത്രം, ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ മനുഷ്യനെ നീ ദുഷിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഇത് തിരുവചനം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? യാക്കോബിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. മൃഗം, സ്തോത്രം, എന്ന് വെച്ചാൽ കാട്ടുമൃഗം,
കടലിലുള്ള മൃഗം, കടലിലുള്ള ജന്തുക്കൾ എന്ന് വേണ്ട ഈ സകലതും മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? മെരുങ്ങിയിരിക്കുന്നു. സ്തോത്രം. എന്നാൽ നാവിനെയോ മെരുക്കാവുന്നതല്ല. സ്തോത്രം. നിങ്ങളതൊന്ന് വായിച്ച യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യമാണെന്ന്. അപ്പൊ നോക്കിക്കേ, നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. സ്തോത്രം. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യം. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് നാമം പറയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് കഴിയത്തില്ലെന്ന് നമ്മൾ പറയണ്ട. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം ഇത് സാധ്യമേ അല്ല എന്നുള്ളതല്ല. സ്തോത്രം. ഇത് പ്രയാസമുള്ള കാര്യം. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ അതിനൊരു സൊല്യൂഷൻ. സ്തോത്രം. എങ്ങനെ നമുക്ക് നമ്മുടെ നാവിനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താം എന്നുള്ളതിനെ പറ്റി തുടർന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, വാക്കുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സ്തോത്രം. വാക്കുകൾ പെരുകിയാൽ എന്തുണ്ട്? ലംഘനമുണ്ടെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. ഞാനതാ പറഞ്ഞത്. സ്തോത്രം. ഈ ലംഘനം എങ്ങനെയാ വരുന്നതെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞു വന്നു. സ്തോത്രം. നമ്മളൊരു വീട്ടിൽ പോയിട്ട് സ്തോത്രം 1 മണിക്കൂർ ഇരുന്ന്, 2 മണിക്കൂർ ഇരുന്ന്, 3 മണിക്കൂർ ഇരുന്നു സംസാരിച്ചു പോകും, അല്ലേ? സ്തോത്രം. ഇനി ഒരു ഫോൺ കോൾ ആയിക്കോട്ടെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മൗനമായിട്ട് ഇരുന്നാലും എതിർ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ചോദിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, വാക്കുകൾ പെരുകാൻ നമ്മൾ അനുവദിക്കരുത്. അതാണ് നല്ലത്. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം തന്നെ 21:23. സദൃശവാക്യം 21:23. വായും നാവും സൂക്ഷിക്കുന്നവൻ. സ്തോത്രം. അപ്പൊ ഇത് രണ്ടും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ എന്ത് ചെയ്യത്തില്ല? കഷ്ടങ്ങളിലേക്ക് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. സ്തോത്രം. കാരണം അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സൂക്ഷിക്കുന്നവൻ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. ഇതാരാ പറഞ്ഞത്? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്ത് ചെയ്തിരിക്കുക? പറഞ്ഞിരിക്കുന്ന സൂക്തങ്ങളാ. സ്തോത്രം. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് കൈമാറിയതാ. സ്തോത്രം. അപ്പൊ വായും നാവും സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. സ്തോത്രം. നമ്മൾ അവിടെ സൂക്ഷിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം, നമ്മുടെ പ്രാണൻ കഷ്ടങ്ങളിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. നമ്മൾ പലരെയും കണ്ടിട്ടില്ലേ? സ്തോത്രം. വെറുതെ കള്ളം പറയും. സ്തോത്രം. കോഴിക്കോടാണെങ്കിലും പറയും തിരുവനന്തപുരത്താണ്. സ്തോത്രം. തിരുവനന്തപുരത്ത് എവിടാന്ന് ചോദിക്കും, പറയും വണ്ടിപ്പേട്ടയിലാന്ന് പറയും. വണ്ടിപ്പേട്ടയിൽ എവിടാന്ന് ചോദിക്കുമ്പോൾ വണ്ടിപ്പേട്ടയിൽ ഒരാളെ കാണാമെന്ന് കൊണ്ട് ഒറ്റ കള്ളത്തിന്റെ പുറകിൽ ഇങ്ങനെ ഒറ്റ പോക്ക. ഞാൻ പറയുന്നൊരു താല്പര്യം മനസ്സിലാകുന്നില്ല. പ്രിയരെ, ചിലതൊക്കെ വന്ന് വീഴുന്നത് നമ്മുടെ വായിലെ വാക്കുകൾ മുഖാന്തരം. സ്തോത്രം. നമ്മൾ ചിലത് പറയുന്നതും പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെ സ്തോത്രം പല കെട്ടുകളും നമ്മുടെ ജീവിതത്തിൽ എന്താറുണ്ട്? വന്ന് വീഴാറുണ്ട്. അപ്പൊ വാക്കുകളെ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. അടുത്തൊരു വാക്യം കൂടെ വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം തന്നെ 1:19 വായിച്ചാട്ടെ. സ്തോത്രം. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1:19. ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കണം. സ്തോത്രം. അവിടെ വ്യക്തമായിട്ട് ലേഖനത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഏതു മനുഷ്യനും. സ്തോത്രം. ഒരു മനുഷ്യനെ പോലും മാറ്റി നിർത്തുന്നില്ല. ഏതു മനുഷ്യനും എന്താണ്? സ്തോത്രം. അവന് കേൾപ്പാൻ എന്ത് ചെയ്തിരിക്കണം? വേഗത ഉണ്ടായിരിക്കണം. പറയാൻ എന്ത് ചെയ്തിരിക്കണം? താമസം ഉണ്ടായിരിക്കണം. സ്തോത്രം. ചിലര് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഒരു ആൻസർ പറയുന്നതിന് മുന്നമേ ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് എന്ത് ചെയ്യണം? ചിന്തിക്കണം, ഞാൻ എന്താ പറയാൻ പോകുന്നത്. സ്തോത്രം. സ്തോത്രം. ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്തോത്രം. അവരോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് പറയും, സ്തോത്രം, പ്രാർത്ഥിച്ചിട്ട് പറയാം. അതൊരു നമ്പരാ. സ്തോത്രം. കാരണം അതിങ്ങനെ നമ്മൾ ആ ചിന്തിച്ച് അതിനകത്തൊരു അഭിപ്രായം പറയാൻ വേണ്ടി കുറെ സമയം നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. സ്തോത്രം. ഹലോ, ഞാൻ പറയുന്നതിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേഗത വേണം. സ്തോത്രം. പറയാൻ എന്ത് ചെയ്യണം? താമസം വേണം. നമുക്കിത് നേരെ തിരിച്ച. പറയാൻ അങ്ങ് വേഗതയാ, കേൾക്കാൻ അങ്ങ് താമസം. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു, കോപത്തിനും താമസമുള്ളവര് ആയിരിക്കണം. സ്തോത്രം. പറഞ്ഞു വരുന്നത് വാക്കുകൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം കൂടെ ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 4:29 വാക്യം കൂടെ ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി
നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും. സ്തോത്രം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ സ്തോത്രം നല്ല വാക്കുകൾ പറയണം. അവരുടെ ആത്മീയത്തിന് വർധനവുണ്ടാകുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? പറയണം. സ്തോത്രം. നിരാശയുടെ വാക്കുകൾ പറയരുത്. സ്തോത്രം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ സ്തോത്രം അവരെ ആത്മാവിലൊന്ന് ചാർജ് ആകുന്ന നിലയിൽ എന്ത് ചെയ്യണം? മാറണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചിട്ട് ഉള്ള പ്രത്യാശയങ്ങളെ പോയി ഇനി ജീവിക്കണ്ട എന്നുള്ള നിലയിലായി പോകരുത്. സ്തോത്രം. ആത്മീക വർധന എന്ത് ചെയ്യണം? നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉണ്ടാകണം. സ്തോത്രം. ഈ വാക്കുകളോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തിലും കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ 12-ാമത്തെ അധ്യായം അതിന്റെ 36-37 വേദവാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം അതിന്റെ 36-37 വേദവാക്യങ്ങൾ. നോക്കിക്കേ, ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, ദൈവം അത് ശ്രദ്ധ വെച്ച് എന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ യഹോവ ഭക്തന്മാരാ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് സ്തോത്രം മറ്റാരും കേൾക്കുന്നില്ലെങ്കിലും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സ്തോത്രം. വെറുതെ കേട്ടു എന്നല്ല, ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, അവിടെയാണ് സ്തോത്രം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഏത് നിസാര വാക്കിനും സ്തോത്രം നമ്മൾ ന്യായവിധി ദിവസത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സ്തോത്രം. അബദ്ധത്തിൽ വന്നുപോയെന്ന് നീ പറയരുത്. സ്തോത്രം. സ്തോത്രം. അവിടെയാണ് നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവിടെ തന്നെ പറയുന്നുണ്ട് സ്തോത്രം, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. സ്തോത്രം. നീതീകരിക്കപ്പെടാനും കുറ്റം വിധിക്കപ്പെടാനും നമ്മുടെ വാക്കുകൾ ധാരാളമാണ്. സ്തോത്രം. ഇന്ന് പകലിൽ നീതീകരിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം. സ്തോത്രം. കുറ്റം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് സ്തോത്രം അത് പ്രകാരം നമ്മളെ അത് വെച്ച് കുറ്റം വിധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകരുത്. സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? നോക്കിക്കേ, വിശുദ്ധ തിരുവഴുത്തിൽ ഇങ്ങനെ വാക്കുകളെ കൈകാര്യം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ധാരാളം നിർദ്ദേശങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇവിടെയാണ് ഈ സങ്കീർത്തനത്തിലെ ഈ വാക്യത്തിന്റെ പ്രാധാന്യമുള്ളത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ നാവിനെ, നമ്മുടെ വാക്കുകളെ എങ്ങനെ നിയന്ത്രിക്കാം? സ്തോത്രം. നമുക്ക് എങ്ങനെ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും? അവിടെയാണ് ദാവീദ് സ്തോത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? സഹായം ചോദിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ചിലതൊക്കെ സ്തോത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ സ്തോത്രം അത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പറയണം. സ്തോത്രം. അപ്പാ, എനിക്ക് ഇങ്ങനെ ഒരു ബലഹീനതയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു കുറവശമുണ്ട്. സ്തോത്രം. അത് ഈ വാക്കുകളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല. സ്തോത്രം. ഏത് വിഷയത്തിനകത്തും സ്തോത്രം. ഒരുപക്ഷെ അത് രഹസ്യ പാപങ്ങളായിരിക്കാം, മറ്റുള്ളവരെ നിസാരമായിട്ട് കാണുന്നതായിരിക്കാം. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ദുസ്വഭാവങ്ങളായിരിക്കാം. ഇതൊക്കെയും നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയണം. സ്തോത്രം. ദൈവത്തോട് സ്തോത്രം ഏറ്റുപറഞ്ഞ് അവന് ദൈവമേ നീ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സ്തോത്രം, എന്റെ പ്രാർത്ഥനാ ബുക്കിനകത്ത് ആദ്യത്തെ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുറവശമാണ്. സ്തോത്രം. എനിക്ക് ജയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ അവിടെ പല കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം അത് കാണിക്കാം നിങ്ങൾ. സ്തോത്രം. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, കർത്താവ് മറ്റുള്ളവർ, എനിക്കൊരു കാലഘട്ടം മുഴുവൻ സ്തോത്രം ഞാൻ എന്തോ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്തോത്രം എനിക്ക് നല്ലപോലെ ദൈവവചനം അറിയാം എന്നൊക്കെ പറഞ്ഞ് ചിലരെയൊക്കെ നിസാരമാക്കി കളയുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. എനിക്കത് മാറ്റാൻ പറ്റാതിരുന്നു. സ്തോത്രം. ഞാനത് ദൈവസന്നിധിയിൽ എഴുതി വെച്ച് ദിവസങ്ങൾ അതിന്റെ മുമ്പിൽ കരഞ്ഞു, ദിവസങ്ങൾ അതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ദൈവമേ, ഒരു മനുഷ്യനെ നിസാരണക്കാരനായിട്ട് കാണാൻ എന്നെ നീ അനുവദിക്കരുത്. സ്തോത്രം. എന്റെ ഒരു ബലഹീനതയായിരുന്നു. അങ്ങനെ സ്തോത്രം നിങ്ങളെപ്പോലുള്ള ഞാൻ കുറ്റങ്ങളും കുറവുകളും ഒരുപാടുള്ള മനുഷ്യനാണ്. സ്തോത്രം. സ്തോത്രം. ഒരുപാടുള്ള മനുഷ്യനാണ് ഞാൻ. അതെല്ലാം ദൈവസന്നിധിയിൽ എഴുതി വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, എനിക്ക് ഇന്നിന്ന ഭാഗത്ത് കുറവുകളുണ്ട്, എനിക്ക് ഇന്നിന്ന ഭാഗത്ത് പോരായ്മകളുണ്ട്. ചിലതൊക്കെ എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്, ചിലതൊക്കെ ഇന്നും മാറാതെ എന്നിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കർത്താവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചാൽ ആ പോരായ്മയും
പരിഹരിക്കാൻ എന്റെ ദൈവം വിശ്വസ്ത. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം, അവന്റെ വിശുദ്ധി പ്രാപിച്ച് സദ്ഗുണ പൂർണ്ണ മനുഷ്യരായിട്ട് നമ്മൾ മാറേണ്ടതിന് സ്തോത്രം നമുക്ക് ദൈവത്തോട് സഹായം ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ദാവീദിന് മനസ്സിലായി സ്തോത്രം, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് സ്തോത്രം, എന്നാൽ എന്റെ അനുഗ്രഹങ്ങളെ തച്ചുടയ്ക്കാൻ കഴിയുന്ന നിലവാരത്തിൽ സ്തോത്രം എന്റെ സംസാരത്തിനകത്ത് പോരായ്മ വന്നാൽ അത് എനിക്കൊരു പ്രയാസമായിട്ട് മാറും എന്ന് മനസ്സിലാക്കിയ ദാവീദ് സ്തോത്രം താൻ പറയുകയാണ്, ദൈവമേ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തണം. സ്തോത്രം, എന്റെ അധരദ്വാരത്തെ എന്ത് ചെയ്യണം? ണം. ഇന്ന് പകലിൽ എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. എത്ര പേര് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനാ ലിസ്റ്റിനകത്ത് ഈ ഒരു പദം പോലും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. ഈ ഒരു സെന്റൻസ് പോലും കാണത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടുകാർ കൂടുമ്പോൾ സ്തോത്രം, നമ്മുടെ ബന്ധുമിത്രാദികൾ കൂടുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സ് കൂടുമ്പോൾ സ്തോത്രം പല കാര്യങ്ങളെ പറ്റി സംസാരം വരും, പല ചർച്ചകൾ ഉണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെയെല്ലാം സ്തോത്രം പാപം ചെയ്യാതെ നിന്റെ അധരത്തെ കാക്കേണ്ടത് നീ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. ഒരു വിരോധം പറയാതെ, ദൈവത്തിന് സ്തോത്രം, ഒരു അശുദ്ധമായ വാക്ക് പറയാതെ സ്തോത്രം, ഒരു മനുഷ്യനെ നിസാരനായി കാണാതെ നിന്റെ അധരത്തെ കാത്തു പരിപാലിക്കേണ്ടത് നീയാ. അല്ലെങ്കിൽ സ്തോത്രം നിന്റെ വാക്കുകൾ കൊണ്ട് നീ കുറ്റം വിധിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. വെറും നിസാരമായിട്ട് നമ്മൾ ഇതിനെ കാണരുത്. സ്തോത്രം. പണ്ട് സ്തോത്രം ഈ നമ്മുടെ വായ്ക്കകത്ത് പല്ലുണ്ടല്ലോ സ്തോത്രം, അതുപോലെ നാവുണ്ട് സ്തോത്രം. അപ്പൊ ഇവര് തമ്മിലൊരു ചർച്ച നടന്നു സ്തോത്രം. പല്ലു പറഞ്ഞു, എനിക്കാണ് ഏറ്റവും സൗന്ദര്യം സ്തോത്രം. അപ്പൊ എനിക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട്, ഞങ്ങൾ 32 പേരുണ്ട് സ്തോത്രം, ഞങ്ങള് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നവരാണ്, ഇനി മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിലനിൽക്കും എന്നെല്ലാം പറയാം. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നാവ് പറഞ്ഞു, ഞാൻ ഇതിന്റെ അകം വിട്ട് പുറത്തോട്ട് വന്ന് 2 വാക്ക് പറഞ്ഞാൽ നിന്റെ 32 വല്ലതും എന്ത് ചെയ്യും? ഹലോ, ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലായ? നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മുടെ അധരങ്ങൾ കൊണ്ട്, നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ കുറ്റം വിധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഏത് നിസാര വാക്കിനും ശിക്ഷാവിധി ഉണ്ട്, അല്ലെങ്കിൽ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നമ്മൾ കഴിക്കാൻ ബാധ്യസ്ഥരാണ്. സ്തോത്രം. ഈ കേവലം 70 അല്ലെങ്കിൽ 80 വർഷം കൊണ്ട് ഒടുങ്ങിപ്പോകുന്ന നമ്മുടെ ആയുസ്സിനകത്ത് സ്തോത്രം നമ്മുടെ വാക്കുകൊണ്ട് വാക്ക് പെരുകി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളയരുത്. സ്തോത്രം. നമ്മുടെ നന്മകളെ നമ്മൾ എന്ത് ചെയ്യരുത്? ഇല്ലായ്മയാക്കി കളയരുത്. സ്തോത്രം. അപ്പൊ പറയുന്നു സ്തോത്രം, നിനക്ക് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം എന്ത് ചെയ്യണം? ദൈവത്തോട് സഹായം ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദാവീദ് അതാണ് എന്ത് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം തന്നെ ഒന്ന് കടന്നു വരാം. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായം സ്തോത്രം, അതിന്റെ 34-ാമത്തെ വാക്യം സ്തോത്രം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നു. സ്തോത്രം. അപ്പൊ ഒരു വാക്ക് നമ്മുടെ അധരം വിട്ട് പുറത്തു വരുന്നത് വെറുതെ അങ്ങ് വരികയല്ല. സ്തോത്രം. യേശു പറയുകയാണ്, നിന്റെ ഹൃദയത്തിൽ എന്താണോ ഇരിക്കുന്നത് അതാണ് നിന്റെ അധരം വിട്ട് നിന്റെ വായിൽ കൂടെ എന്ത് ചെയ്യുന്നത്? പുറത്തു വരുന്നത്. സ്തോത്രം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എഴുതി ഉണ്ടാക്കി തയ്യാറായിക്കൊണ്ട് വന്ന വാക്യമല്ല, ഇത് ബൈബിളിലെ വാക്യമാണ്. സ്തോത്രം. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പരീശന്മാരോട് അത് പറയുന്നു. സ്തോത്രം. എന്താണെന്നറിയാമോ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നാണ് വായ സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമുക്ക് മനസ്സിലാകും, ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റി, ഒരു സഭയെ പറ്റി, ഒരു വിശ്വാസിയെ പറ്റി സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരെ പറ്റി നമ്മളൊരു കാര്യം പറയുമ്പോൾ നിന്റെ മനസ്സിനകത്ത് ഇതാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് ഈ പുറത്തു വരുന്നത്. സ്തോത്രം. ഇനി നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നതും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 18-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാം. മത്തായി സുവിശേഷം തന്നെ, 15-ാമത്തെ അധ്യായം. അതിന്റെ 18 തുടങ്ങിയുള്ള വേദവാക്യങ്ങളൊന്ന് വായിച്ചേ. അതപ്പോ എവിടെ നിന്ന് വരുന്നു? അത് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുക? വരുന്നു. ഇനി അതിന്റെ പ്രവൃത്തി എന്താ? അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എന്നിട്ട്
കള്ളസാക്ഷ്യം, ദൂഷണം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറപ്പെട്ടു വരുന്നു. ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. നമ്മുടെ അതരം വിട്ട് ഇത് പുറത്തു വരുമ്പോൾ സ്തോത്രം സംഭവിക്കുന്നൊരു കാര്യം, ഹൃദയത്തിനകത്തുള്ളത് വായ പ്രസ്താവിക്കുന്നത് മാത്രമല്ല, ഇത് നമ്മളെ അശുദ്ധനാക്കി മാറ്റുക. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്നത് എന്നുള്ളത്. അതൊന്നും അല്ല. ഇത് നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? അശുദ്ധനാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. സ്തോത്രം. വാക്കു പെരുകിയാൽ ലംഘനം ഉണ്ട്. സ്തോത്രം. അപ്പൊ ഇവിടെ എന്താ ഒരു പോംവഴി? ഒറ്റ പോംവഴിയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് സങ്കീർത്തനക്കാരൻ 45-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞത്, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിനകത്തുള്ള ദുശ്ചിന്തകളും പാപസ്വഭാവങ്ങളും അതിനെപ്പറ്റിയുള്ളതും പുറത്തു വരാതിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്തെ സ്തോത്രം എന്ത് ചെയ്യണം? ദൈവത്താൽ കൊണ്ട് നിറയ്ക്കണം, ദൈവവചനത്താൽ കൊണ്ട് നിറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. നീ വാ തുറക്കുമ്പോൾ തന്നെ ദൈവവചനം ഒഴുകി ഇറങ്ങണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിലേ കേൾക്കുന്നവർക്ക് അധികം കൃപ ലഭിക്കത്തുള്ളൂ, ആത്മീക വർധന ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. നോക്കിക്കേ, എങ്ങനെ നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയും? ഒന്ന്, ദൈവത്തോട് സഹായം ചോദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. 2, സ്തോത്രം, ദൈവവചനത്താൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുക? നിറയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 13:11. ആ പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സ്തോത്രം. എന്ത് മനസ്സിലായി? അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ എന്ത് ചെയ്യും? സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം, നമ്മുടെ നാവിനെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്? സ്തോത്രം. എങ്ങനെയാണ് അതിനെ അടക്കി നിർത്താൻ കഴിയുന്നത്? സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഇത് മെരുക്കാവുന്നതല്ല, ഇത് പ്രയാസമുള്ളതാണ്. അപ്പോൾ തന്നെ തിരുവചനം പറയുകയാണ്, മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. സ്തോത്രം. എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഒന്ന്, നീ ദൈവത്തോട് സഹായം ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദാവീദ് അതാ ചെയ്തത്. 2-ാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, വചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കണം. സ്തോത്രം. വചനത്തിനകത്ത് മറ്റൊന്നിനും സ്ഥാനം കൊടുക്കരുത്. സ്തോത്രം. വചനത്തെ കൊണ്ട് നിന്റെ അകത്ത് നിറച്ചു കഴിഞ്ഞാൽ വചനം നിന്നെ ശുദ്ധീകരിക്കും, വചനം നിന്നെ പണിതെടുക്കും. ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുക, 3-ാമത് സ്തോത്രം, നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. സ്തോത്രം. നീ പറയേണ്ടുന്ന സ്ഥലത്ത് നീ ചെന്ന് നിൽക്കുമ്പോ സ്തോത്രം, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പത്രോസും കൂട്ടരും ഒക്കെ കടന്നു ചെന്ന് നിന്നപ്പോൾ, ഒരു രോഗിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്തോത്രം, ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്തോത്രം, അവര് സംസാരിക്കുന്നുണ്ട് എങ്കിലും അവരിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞില്ലേ? സ്തോത്രം, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സ്തോത്രം. ഈ ഒരു ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിക്കകത്ത് ചെല്ലുമ്പോൾ അവിടെ സ്തുതിയാണ്, അവിടെ ആരാധനയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ കൂടുന്നയിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അവിടെയും ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ സ്തുതി ഉയരണം, ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി വർണ്ണിക്കണം. അവിടെയും ദൈവത്തിന്റെ സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ ചെയ്തു തന്ന ഉപകാരങ്ങളെ പറ്റി പറയണം. സ്തോത്രം. ഇതല്ലേ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? സ്തോത്രം. എന്നാൽ ഇതാണോ സംഭവിക്കുന്നത്? സ്തോത്രം. ഇന്ന് പകൽ ഒരു മടങ്ങി വരവ് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നമ്മൾ ആരും തികഞ്ഞവരല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്? എല്ലാ മനുഷ്യർക്കും. സ്തോത്രം. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. സ്തോത്രം. കർത്താവല്ലാതെ, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, സ്തോത്രം, കർത്താവല്ലാതെ നാവിനെ അടക്കി നിർത്തിയിട്ടുള്ള വേറൊരു വ്യക്തിത്വങ്ങളുമില്ല. സ്തോത്രം. കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. മോശയ്ക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്, അബ്രഹാമിന് പിഴവ് പറ്റിയിട്ടുണ്ട്. സ്തോത്രം. നമ്മൾ ഓരോ വ്യക്തികളെയും എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളും അതുപോലെ ആകാനല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചില മേഖലകൾക്കകത്ത്
നിനക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ നിയന്ത്രിച്ച് നിർത്താൻ ഇന്ന് പകൽ ദൈവകൃപ നിന്റെ മേൽ അയക്കാൻ എന്റെ ദൈവത്തിന് പ്രാപ്തിയുണ്ട്, എന്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നീ പ്രാർത്ഥിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ എത്ര പേര് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീട് വേണം, കാറ് വേണം, എല്ലാം നമുക്ക് വേണം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കണം. സ്തോത്രം. നമുക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം, നല്ല ശുശ്രൂഷകൾ ലഭിക്കണം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്തോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകരുത്. നിർബന്ധമായി ഞാൻ സഭയോട് പറയാം, സ്തോത്രം, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ ജീവിതത്തിനകത്തെ കുറവശങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിനകത്തെ പോരായ്മകളെ നിങ്ങൾ കണ്ടുപിടിക്കണം. അത് എഴുതി വെക്കണം. അത് എഴുതി വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. സ്തോത്രം. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് വന്ന മാറ്റം എന്താ. സ്തോത്രം. ഞാൻ എന്റെ ഒരു രീതി പറഞ്ഞതാ കേട്ടോ. സ്തോത്രം. താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. സ്തോത്രം. ഇല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിലയിൽ പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്തോത്രം. കുറവശങ്ങൾ ഇല്ലാത്തവരൊന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കുറവശങ്ങൾ ഇല്ലാത്തവര്. അപ്പൊ എല്ലാവർക്കും പോരായ്മയുണ്ട്. ഇപ്പൊ പൊക്കാൻ പറ്റാതിരുന്നൊരു കാര്യമുണ്ടല്ലോ, കൈ പൊക്കാൻ പറ്റാതെ നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചു നിർത്തിയൊരു കാര്യമുണ്ടല്ലോ, അത് എഴുതണം. അത് വീട്ടിൽ പോയി എഴുതണം. ബൈബിളിലൊന്നും എഴുതി വെക്കരുത്. ബൈബിളിൽ എഴുതി വെച്ചാൽ എല്ലാവരും കാണും. കാരണം ഇവിടെ ബൈബിൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴായിരിക്കും അത് ഇന്നാളുടെ ബൈബിളാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും, തുറന്നു നോക്കുമ്പോഴേ ഇങ്ങനൊരു കാര്യം അതിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു, എഴുതി വെച്ചു. അപ്പോ എടാ ഇവൻ ഇത് വെച്ചിട്ടാണല്ലേ ഈ വന്നിരുന്നത്, സ്തോത്രം പറയുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ കക്ഷി വെളിയിലോട്ട് പോയത്. മറ്റേ ആള് വന്ന് ഇയാളുടെ ബൈബിൾ എടുത്ത് നോക്കിയപ്പോ അയ്യോ പറയുന്ന മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ബൈബിൾ ഒന്നും എഴുതരുത്. പേഴ്സണലായിട്ടൊരു ഡയറി ഉണ്ടാകട്ടെ, ഒരു പ്രാർത്ഥന ബുക്ക് ഉണ്ടാകട്ടെ, എഴുത്, പ്രാർത്ഥിക്ക്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ സ്തോത്രം. ദാവീദിനെ പറ്റി തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സ്തോത്രം. അവൻ അങ്ങനെ ആയിത്തീർന്നത്? ഈ വക ക്വാളിറ്റീസ് അവൻ ഉള്ളത് കൊണ്ട് അവൻ അങ്ങനെ ആയിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ജയിക്കാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. എന്റെ പോരായ്മകളെ, എന്റെ കുറവശങ്ങളെ എന്നേക്കാൾ നല്ലതുപോലെ അറിയുന്ന നീയാണ്. സ്തോത്രം. ഞാൻ ഇതുവരെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പകലിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ബലഹീനത ഇന്നതാണെന്ന് പിശാച് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, സ്തോത്രം, പിന്നെ നീ ആവർത്തിച്ച് നിന്നെ ആ പ്രലോഭനത്തിൽ കൊണ്ട് നിന്ന് ചാടിച്ചിട്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കും. സ്തോത്രം. കള്ളം പറയുന്നതാണോ നിന്റെ സ്തോത്രം ബലഹീനത? അത് പിശാച് തിരിച്ചറിഞ്ഞാൽ അവിടെ തന്നെ പിന്നെയും നിന്നെ തകർക്കാൻ നോക്കും. സ്തോത്രം. സാമ്പത്തിക വിഷയത്തിനകത്ത് നീ വിശ്വസ്തനല്ലേ? സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം അതേ വിഷയത്തിനകത്ത് പിന്നെയും നിന്നെ തകർക്കാൻ നോക്കും. സ്തോത്രം. നിന്റെ ബലഹീനത സ്തോത്രം പിശാചിനും അറിയാം, ദൈവത്തിനും അറിയാം. സ്തോത്രം. ആ ബലഹീനത തികഞ്ഞ് സ്തോത്രം ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവിടെ പ്രാർത്ഥന കൊണ്ടേ, ദൈവത്തിന്റെ സഹായം കൊണ്ടേ, ദൈവത്തിന്റെ വചനം കൊണ്ട് മാത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമാണ് അതിന് സാധ്യമാകുന്നതെങ്കിൽ ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാം. ഒരു ദിവസങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഒരു നല്ല ആത്മീയനായിട്ട് നല്ലവണ്ണം വേല തികച്ച് ദൈവത്തിന്റെ സന്നിധി ചെല്ലാൻ ആ ന്യായവിധി ദിവസത്തിനകത്ത് ഇതിന്റെ പേരിൽ നിന്നെ കുറ്റം വിധിക്കുവാനിടയാകരുത്. മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ദൈവ സഹായത്തിനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.